Hi dears, welcome back Anu's Kitchen-ലേക്ക് സ്വാഗതം. എല്ലായിടത്തും നല്ല മഴയാണല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നതേ ഈ മഴയത്ത് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും ഒരു ചെറിയൊരു ട്രീറ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ചിന്റെയും ഹോട്ട് ചോക്ലേറ്റിന്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഒരു ബട്ടർ ഗാർലിക് ചീസ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ അല്ലിയാണ്. അപ്പോൾ ഈ ഗാർലിക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതിയേ. അപ്പോൾ 5 എണ്ണമൊക്കെ ചേർക്കുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ രുചി ഉണ്ടാവും. അത് കുട്ടികൾക്ക് ഇവിടെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അത്രയും ടേസ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ 1-2 അല്ലി വെളുത്തുള്ളി മാത്രം എടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഇടികല്ലിൽ വെച്ചിട്ട് നല്ല പോലെ ചതച്ചെടുക്കുകയാണ്. നല്ലൊരു പേസ്റ്റ് പോലെ തന്നെ അങ്ങ് ചതച്ച് എടുക്കാം. പിന്നെ ഈ ഫ്രഷ് ഗാർലിക്കിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഗാർലിക് പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടത്തില്ലേ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ എടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ചതച്ചെടുത്തു. ഏകദേശം ഒരു 2 ടീസ്പൂണൊക്കെ വരും. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ അൺസോൾട്ടഡ് ബട്ടർ, അത് ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഉപ്പ് ചേർത്ത സോൾട്ടഡ് ബട്ടർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് മെൽറ്റഡ് ബട്ടർ അല്ല, പക്ഷേ ഫ്രിഡ്ജിലിരിക്കുന്നതൊക്കെ ആണെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ഒന്ന് നല്ലതായിട്ട് സോഫ്റ്റ് ആയിരിക്കണം. എന്നാലേ നമുക്ക് ബ്രെഡിൽ നന്നായിട്ടത് തേക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം ഞാൻ എടുക്കുന്നുണ്ട്. ഈ ബട്ടറിനും അങ്ങനെ കറക്റ്റ് ഒരു അളവൊന്നുമില്ല. നമ്മൾ എത്ര ബ്രെഡ് എടുക്കുന്നോ അതിനനുസരിച്ച്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ആ ബ്രെഡിൽ ഈ ബട്ടർ തേക്കണോ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പം ഞാൻ ആ വെളുത്തുള്ളിയുടെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 വലിയ സ്പൂൺ, അത് 2 ടേബിൾ സ്പൂൺ ബട്ടർ വരും. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മതി. ഇത് ഉപ്പില്ലാത്ത ബട്ടർ ആയതുകൊണ്ടാണ് കേട്ടോ എക്സ്ട്രാ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർക്കാം, ജസ്റ്റ് ഒരു 1 ടീസ്പൂണോളം കേട്ടോ, അത്രയും മതി. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റാലിയൻ സ്പൈസസ് അല്ലേ, അത് ഒറിഗാനോ പോലുള്ള സ്പൈസ് ചേർക്കാം. പിന്നെ വറ്റൽ മുളക് ചതച്ചത്, റെഡ് ചില്ലി ഫ്ലേക്സ്, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ ബട്ടർ എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കണം, നല്ലൊരു ക്രീം പോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ ഒരു ബട്ടർ ഗാർലിക് മിക്സിനെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രെഡിൽ തേച്ച് കൊടുക്കുന്ന ആ ഒരു സ്പ്രെഡ്. ഇനി ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. കുറച്ചും കൂടെ ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ വീറ്റ് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എത്ര സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നോ അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുത്താൽ മതി. ഇനി 2 പീസ് ബ്രെഡ് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബട്ടർ സ്പ്രെഡ് തേച്ച് കൊടുക്കാം. ഒത്തിരി കട്ടിക്ക് ബട്ടർ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറിയൊരു ലെയർ മതി. കാരണം പിന്നെ ഇതിനകത്ത് നമ്മൾ ചീസും ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ 2 ബ്രെഡിലും നമ്മൾ ഇതുപോലെ തന്നെ ബട്ടർ തേക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം മതി, ചെറിയൊരു ലെയർ. ഞാൻ ഇതിനകത്ത് ഇനി ചീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് സവോള, തക്കാളി, ക്യാരറ്റോ ക്യാബേജോ അങ്ങനെയുള്ള വെജിറ്റബിൾസും കൂടി വെച്ചിട്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചെഡാർ ചീസോ മോസറെല്ല ചീസോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ചീസ് സ്ലൈസ് കിട്ടത്തില്ലേ നമുക്ക്, അതൊരെണ്ണം വെച്ചാലും മതി. അപ്പോൾ ആദ്യത്തെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും സെറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത ആ ഒരു ബട്ടറിൻ്റെ അളവിന് 4 സാൻഡ്വിച്ച് ഉണ്ടാക്കി കേട്ടോ. ഇതിനെ നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക, വളരെ കുറച്ച് മതി. അതിനകത്തേക്ക് ഒരു സാൻഡ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ചെറിയ തീയിൽ വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഓക്കെ, 2 സൈഡും നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം. പിന്നെ ഉള്ളിലുള്ള ചീസൊക്കെ മെൽറ്റ് ആവുകയും വേണം. അപ്പോൾ തീ കൂട്ടി വെക്കരുത്, അപ്പോൾ പുറമേ പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോവും, ഉള്ളിലെ ചീസ് മെൽറ്റ് ആവത്തുമില്ല. ചെറിയ തീയിൽ അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞ് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുന്നതിന് മുന്നേ ആയിട്ട് ഈ മുകളിലിരിക്കുന്ന ബ്രെഡിൽ ഒരല്പം ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ, വളരെ കുറച്ച് മതി. ആ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറിൽ മൊരിഞ്ഞ് വരാനും ഒത്തിരി ഡ്രൈ ആയി പോവാതിരിക്കാനായിട്ടും മാത്രം കുറച്ച്
ബട്ടർ ഒന്ന് തേച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ തേച്ച ആ ഒരു ബട്ടർ ഗാർലിക് ആ ഒരു സ്പ്രെഡ് ഉണ്ടല്ലോ, അത് ബാക്കിയുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ഈ ബ്രെഡിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് തിരിച്ചിടാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്തൊരു സൈഡും ഇതുപോലെ തന്നെ ഗോൾഡൻ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സാൻഡ്വിച്ച് റെഡി. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. നാല് സാൻഡ്വിച്ച് ഉണ്ടാക്കി. ഇതിനെ ശരിക്കും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കഴിക്കാനാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഒരു 8 ചെറിയ പീസ് സാൻഡ്വിച്ച് കിട്ടും. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഗാർലിക്കിൻ്റെ ആ ഒരു അളവ് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇനി പെട്ടെന്ന് നമുക്ക് ഹോട്ട് ചോക്ലേറ്റും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഈ ഹോട്ട് ചോക്ലേറ്റിൽ ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ വേണം. കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചോക്ലേറ്റും വേണം. ഞാൻ ഈ ബേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിന് പകരം നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏത് ചോക്ലേറ്റ്, അപ്പോൾ ഡയറി മിൽക്ക് പോലുള്ള ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനത് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വരുമായിരിക്കും. ഇത് ഫുള്ള് ചേർക്കണമെന്നില്ല. നിങ്ങൾക്ക് എത്രത്തോളം ആ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് വേണോ അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് പുറത്ത് ഈ കഫേകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതുപോലെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മളിന്ന് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടെ ആവശ്യമുണ്ട്. കാരണം ഹോട്ട് ചോക്ലേറ്റ് കുറച്ചൊന്ന് കുറുകിയിട്ടായിരിക്കും, നല്ല പാല് പോലെ ലൂസായിരിക്കത്തില്ല. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ ബൗളിലോട്ട് 1/2 ടീസ്പൂൺ മാത്രം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടരുത് കേട്ടോ. അതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അതിൻ്റെ കൂടെ 2 കപ്പ് നല്ല കട്ടിപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. തിളയ്ക്കേണ്ട ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് കേട്ടോ. ഞാൻ നെസ്കഫേയുടെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് കോഫി ആയാലും കുഴപ്പമില്ല. ഇനി ഒരു 1-1.25 ടേബിൾ സ്പൂണോളം, ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ വലിയ സ്പൂണാണ് കേട്ടോ, കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തു. കൊക്കോ പൗഡർ ഇട്ട് കഴിയുമ്പം അതിനകത്ത് ചെറിയ തരികൾ കിടപ്പുണ്ടായിരിക്കും. നന്നായിട്ട് അത് അലിയത്തില്ല, അത് കുഴപ്പമില്ല. പിന്നെ അവസാനം നമ്മളിത് അരിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഇതുപോലെ തരികൾ കിടന്നാലും കുഴപ്പമില്ല. നല്ലതായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിൽ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റിന് എത്രത്തോളം മധുരം ഉണ്ടെന്നൊക്കെ അനുസരിച്ച് ചേർത്താൽ മതി. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഈ സമയത്തൊക്കെ തീ നന്നായി കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതായത് തിളച്ച് പൊങ്ങാതിരിക്കാനായിട്ട് ഏറ്റവും ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി ഈ പഞ്ചസാര അലിയണം. അപ്പോൾ പഞ്ചസാരയും നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു വലിയ പിടി ചോക്ലേറ്റ് ഇടുന്നുണ്ട്. ആദ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ എത്രയാണെന്ന് വെച്ചാൽ ചേർക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ കയ്യിലിപ്പോൾ ഈ കൊക്കോ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചോക്ലേറ്റ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ചോക്ലേറ്റ് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കാം. പക്ഷേ കൊക്കോ പൗഡറും കൂടി ചേർക്കുന്നതാണ് കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ ആ ചോക്ലേറ്റ് അങ്ങ് അലിഞ്ഞോളും. അപ്പോൾ ചോക്ലേറ്റ് അലിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ ഒഴിച്ച് പെട്ടെന്ന് തന്നെ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഏറ്റവും ചെറിയ തീയിൽ ഒരു 1/2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. ഇത് ഒരുപാട് കുറുകത്തില്ല, കാരണം അത്ര വളരെ കുറച്ച് മാത്രമേ നമ്മൾ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളൂ. ചെറുതായിട്ടൊന്ന് കുറുകി കിട്ടും, അത്രയും മതി കേട്ടോ. ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഒരു 1/2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് റെഡി. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ആ കൊക്കോ പൗഡറിൻ്റെ തരികളോ അല്ലെങ്കിൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആവാതെ ചിലപ്പോൾ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറി ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ഹോട്ട് ചോക്ലേറ്റ് റെഡി. ശരിക്കും നമുക്കിവിടെ കഫേകളിൽ നിന്നൊക്കെ കിട്ടുന്നേക്കാളും സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കൊക്കോ പൗഡറും കൂടി ചേർത്തുണ്ടാക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായിരിക്കും.
ഈ ഒരു മഴ സമയത്ത് നല്ല ചൂട് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല നമുക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ഈ സാൻഡ്വിച്ചും ഹോട്ട് ചോക്ലേറ്റും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.